ജഹാംഗീർ മുഗൾ സാമ്രാജ്യത്തിലെ 4ാമത്തെ ചക്രവർത്തിയായിരുന്നു ജഹാംഗീർ. 1605 മുതൽ തൻ്റെ മരണം വരെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അക്ബറിനെ പോലെ നയതന്ത്രത്തിലും രാഷ്ട്രീയത്തിലും വിദഗ്ധനായിരുന്നില്ല അദ്ദേഹം. ലോക ജേതാവ് അല്ലെങ്കിൽ കോൺഗറർ ഓഫ് ദ വേൾഡ് എന്നാണ് ജഹാംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം. സലിം രാജകുമാരൻ എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നൂറുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ചിത്രകാരനായ മുഗൾ രാജാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഗൾ ചിത്രകല അതിൻ്റെ പാരമ്യത്തിലെത്തിയത് ജഹാംഗീറിൻ്റെ ഭരണകാലത്താണ്. ഒരു ചിത്രകാരനായിരുന്നു അദ്ദേഹം. പണ്ഡിതനായ ഒരു കുടിയൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കൊട്ടാരത്തിൽ പുകവലി നിരോധിച്ചു. ഭരണകാര്യങ്ങളിൽ ഭാര്യയായ നൂർജഹാൻ ഇടപെട്ടിരുന്നു. നീതിച്ചങ്ങല നടപ്പാക്കിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഏത് പാതിരാത്രിയിലെ രാജാവിനെ പോയി കാണാനുള്ള അനുമതി അദ്ദേഹം നൽകിയിരുന്നു. അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. ഇതാണ് തുസുക്കി ജഹാംഗീരി. അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയാണ് നിശാന്ത് സാഗർ. ഷാലിമാർ എന്ന പൂന്തോട്ടം കാശ്മീരിൽ നിർമ്മിച്ചത് ജഹാംഗീറാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്നാണ് ജഹാംഗീർ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞത്. മോത്തി മസ്ജിദ് നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. ഇംഗ്ലീഷ് സഞ്ചാരിയായ പീറ്റർ മാൻഡി ഇന്ത്യ സന്ദർശിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് 1609 കച്ചവട ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തി. 1615 തോമസ് റോ ഇംഗ്ലീഷുകാർക്ക് കച്ചവടത്തിനുള്ള സൗകര്യം നേടാനായി ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇംഗ്ലീഷ് ഫാക്ടറി വന്നത് ഈ കാലത്താണ്. സൂററ്റിലാണ് അത് നിർമ്മിച്ചത്. 1627 അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ലാഹോറാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു സിഖ് നേതാവായ അർജുൻ ദേവിനെ വധിച്ചത്.